ഓണത്തെ വരവേറ്റ് ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. 3000 രൂപ മുതൽ 6000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഡിന്നർ സെറ്റ് 6 പീസ് മഗ്സ്. 6000 രൂപ മുതൽ 10000 രൂപ വരെയുള്ള ഓരോ പർച്ചേസുകൾക്കും അയൺ ബോക്സ്. 10000 മുതൽ 15000 വരെയുള്ള പർച്ചേസുകൾക്ക് പ്രഷർ കുക്കർ. 15000 മുതൽ 20000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് നോൺ സ്റ്റിക് കുക്ക് വെയർ. 20000 മുതൽ 25000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഈസി കുക്ക് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. ഈ തകർപ്പൻ ഓണം ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ മാത്രം. ആഘോഷിക്കൂ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടിയോടൊപ്പം. ബ്യൂട്ടി സിൽക്സ്. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. പവർ ഗ്രൂപ്പിൽ CPIMന് വേണ്ടപ്പെട്ട ആളുകളുണ്ടെന്ന് ഓരോ ദിവസവും കഴിയുമ്പോഴും തെളിയിക്കപ്പെടുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 1978 SFIക്കാരനാണെന്ന് എപ്പോഴും പറയുന്ന ആളാണ് രഞ്ജിത്ത്. അതിജീവിതയെ വേദിയിലേക്ക് കൊണ്ടുവന്ന് കയ്യടി നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൻ്റെ കഥ പറയുന്ന സിനിമയിൽ തന്നെ, പക്ഷേ അദ്ദേഹം സിനിമയിലെ വില്ലൻ മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയായി പരകായ പ്രവേശം ചെയ്തു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പരാതി കിട്ടിയാൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പരാതിയില്ലെങ്കിലും FIR ഇട്ട് അന്വേഷണം നടത്താൻ തയ്യാറാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. CPIM സഹയാത്രികനും CPIM തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുമായ രഞ്ജിത്തിനെതിരെ കേസെടുക്കാൻ തയ്യാറാക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന ചിത്രത്തിൻ്റെ ഓഡീഷനെത്തിയപ്പോൾ രഞ്ജിത്ത് തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.